മനസ്സിൽ കൂടിക്കൊള്ളും സർവശക്തനും നീയേ. അയ്യപ്പൻ വിളക്കായും മുരുകൻ വേലായും എൻ കൈവല്യ പഥത്തിൽ നീ നിറഞ്ഞാടുക നിത്യം. ഹലോ, കോടീശ്വര ഫൈനാൻസിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ബ്ലൈഡ് കമ്പനിയല്ലേ? ഇവിടെ ബ്ലൈഡും കത്തിയും ജീപ്പൊന്നുമില്ല. ഇതൊന്നും ബാർബർ ഷാപ്പോ? ഫോൺ നേരം വിളിക്കുന്നതിന് മുമ്പേ ഒരുത്തൻ ഷേവ് ചെയ്യാൻ വിളിക്കുന്നു. അല്ലേ, ഒരുത്തൻ രാവിലെ എന്നോട് ചോദിക്കുക ഇത് ബ്ലൈഡ് കമ്പനി അല്ലേ എന്ന്. അല്ല, നമ്മുടെ കമ്പനിക്ക് ബ്ലൈഡ് കമ്പനി എന്നൊരു പേരുണ്ടോ? ഫൈനാൻസ് കമ്പനി സാധാരണ ബ്ലേഡ് കമ്പനിയാണ് ആളുകൾ വിളിക്കുന്നത്. ബ്ലേഡ് ഷേവ് ചെയ്യാനും കഴുത്തറക്കാനും അല്ല ഉപയോഗിക്കുന്നല്ലേ? ഇതുപോലെ കഴുത്തറപ്പ് വന്നല്ലോ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. അതേ, ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ? പോകുമ്പോ പീറ്ററൊന്ന് ഗവനിക്കണം. ശരി. ഞാൻ വെറുതെ പറഞ്ഞതാ. കിട്ടുന്ന കാശ് അതുപോലെ വീട്ടിൽ കൊണ്ട് കൊടുത്താൽ മതി. പീറ്ററിനൊന്നും വേണ്ട. 3-4 ബെല്ലടിച്ചില്ലേ? താൻ കേട്ടില്ലായിരുന്നോ? ചെവി 2 ഉള്ളൂ, പിന്നെ എങ്ങനെ 3-4 കേൾക്കും? നിനക്ക് അനുസരണം തീരെ കുറയുന്നു. 300 രൂപയുടെ സാർ ശമ്പളം. ദിവസം 10 രൂപയുടെ അനുസരണം കാണിച്ചാ പോലെ. അത് കാണിക്കുന്നുണ്ട്. മതി മതി മതിയെങ്കിൽ മതി. ഇന്ന് പഴം വരുന്ന ദിവസമാ. മോളിപ്പോ വരും. ഇന്നൊന്ന് വിലസണം. വിലസിക്കോ? ഭാഗ്യവാനല്ലേ, പണം കൊണ്ട് തരാൻ പൊന്നുമോളുണ്ടല്ലോ. എല്ലാം നല്ലതിനാണെന്ന് ഞാൻ സമാധാനിക്കുകയാണ്. ദുരിതം നിറഞ്ഞ എന്റെ ജീവിതത്തിലെ ഏക പ്രതീക്ഷയും ഏക ആശ്രയം ചേട്ടനാണ്. ചേട്ടന്റെ സ്നേഹമാണ്. എനിക്കതറിയാൻ രാധേ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്ര വാശി. നിനക്ക് വേണ്ടി ഏറ്റവും നല്ല ഭാവി ഒരുക്കണമെന്ന വാശി. അതിനായിട്ടാണ് ഞാൻ അന്യനാട്ടിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചത് തന്നെ. NOC-യുടെ കാര്യം ശരിപ്പെട്ടുവെന്ന് ഇന്ന് ആ ഏജന്റ് വന്ന് പറഞ്ഞപ്പോഴാണ് നിന്നെ കുറെ നാളത്തേക്കെങ്കിലും വിട്ടുപിരിയണമല്ലോ എന്ന് ഞാൻ ഓർത്തത്. എന്റെ ദേവി എന്റെ പ്രാർത്ഥന കേട്ടു. ചേട്ടന് വേഗം ആ ഉദ്യോഗം കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ ദേവിക്ക് ഒരു മുന്നുകാലി നേർന്നതാ. എന്നെ പറഞ്ഞുവിടാൻ അത്ര ധൃതിയായില്ലേ? അതെ, തീർച്ചയായും. അതെന്താ? ഈ കാത്തിരിപ്പ് വേഗം ഒന്ന് അവസാനിപ്പിക്കാൻ. ഏത് കാത്തിരിപ്പ്? ചേട്ടന്റെ സ്നേഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ചേട്ടന്റെ ഭാര്യയാകാനുള്ള കാത്തിരിപ്പ്. കേട്ടോ ബാലപിള്ളേ, സന്ധ്യയാകുമ്പോ എന്റെ കൈക്കൊരു വിറയല. കൈക്ക് സ്വാധീനക്കുറവൊന്നുമില്ലല്ലോ? കൈക്ക് മാത്രമല്ല, ആകെ സ്വാധീനക്കുറവാ. എടി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചേ ഈ ചൊറിയ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, എന്റെ കൈ വരയ്ക്കുന്നതേ മറ്റവന് ഇച്ചിരി മോന്താത്തിന്റെ കുഴപ്പം കൊണ്ടാ. അതിനല്ലേ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നും ബാലമ്പിള്ളയുടെ ചെലവിലാകുന്നത് മോശമാ. എന്റെ മോൾക്ക് ഇന്ന് ശമ്പളം കിട്ടും. ഇന്ന് ഞാൻ അങ്ങോട്ട് സൽക്കരിക്കാം. അവൾ ഇപ്പോഴേക്കും എത്തും. മോളെ, ഒരു 20 രൂപയും കാണിച്ച് ഈ ബാലന്റെ മുമ്പിൽ അച്ഛന്റെ അന്തസ്സൊന്ന് കാണിക്കട്ടെ മോളെ. ആ കൊച്ചു കഷ്ടപ്പെട്ട് ജോലി ചെയ്ത കാശ കുടിച്ചു കുടിക്കണ്ട. വീട്ടുകാരന് പിന്നെ എന്താ ചെയ്യും? കൊടുക്കല്ലേ മോളെ? അച്ഛനിതാ. അച്ഛനെ കൊടുക്കണ്ട, നീ താ മോളെ. അവൾ എന്റെ മോളാ, അവൾ എന്റെ താമോളെ. നീ താ മോളെ, നീ ഇങ്ങോട്ട് താ മോളെ. അച്ഛന് താമോളെ. ഇതാ എന്റെ ശമ്പളം. 6 രൂപ എടുത്തു.
രീതി എന്റെ മോൾ സമ്പാദിച്ച കാശ നിനക്കെന്നാ കാര്യം? ഓഹോ, കാശിന്റെ കാര്യം വന്നപ്പോ ചിറ്റമ്മയല്ലേ? എന്നെ വെച്ചോ, മുഴുവൻ വെച്ച് തലയ്ക്ക്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അച്ഛനും മോളും ചോറിനാൻ വരുമ്പോഴേ മൊണ്ണ ഞാൻ നിലന്ന് വെക്കും. എന്നെ കൊണ്ട് ഇനി കടം വാങ്ങിക്കാനൊന്നും വയ്യ, ആരും തരാനുമില്ല. ചേട്ടാ, ആ കാശ് കൊടുക്ക്. അത് കൊടുക്കാൻ നമുക്ക് 2 മില്ല് അടിക്കാനുള്ള കാശൊക്കെ എന്റെ കയ്യിലുണ്ട്. വാ. അതെ, കോടീശ്വര ഫൈനാൻസിംഗ് കോർപ്പറേഷൻ ഉണ്ടല്ലോ സർ. ഹലോ, അതെ ഞാൻ തന്നെ. ഡെപ്പോസിറ്റ് തിരിച്ചു വേണമെന്നോ? തരാമല്ലോ, അടുത്ത ആഴ്ച വരണം. ഓക്കെ. പലരും പണം തിരിച്ചാവശ്യപ്പെടുകയാണ്, എങ്ങനെ കൊടുക്കും? അതിനല്ലേ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഒരുപാട് ബ്രാഞ്ചുകളായല്ലോ, ചെലവ് ഒരുപാട് കൂടുകയല്ലേ? അതാണ് അതിന്റെ ഒരു ടെക്നിക്. അമിതമായ പലിശ വാഗ്ദാനം ചെയ്യുക, ധാരാളം ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുക, കിട്ടാവുന്നിടത്തോളം ഡെപ്പോസിറ്റുകൾ കളക്ട് ചെയ്യുക. കുറെ നാളത്തേക്ക് ഈ ഡെപ്പോസിറ്റ് വരുന്ന സാധുക്കളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പലിശ കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷമുള്ള കളി കാണുമ്പോ അവർ അന്തം വിട്ടു. ഇവിടെ തന്നെ കുറെ പേർക്ക് ബുധനാഴ്ച കൊടുക്കാൻ നേരിട്ടിരിക്കുന്നു. അതിനല്ലേ ചാലക്കുടിയിൽ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അവിടെ പലരും നിയമിക്കണ്ടേ? ഉദ്യോഗത്തിന് വരുന്നവരിൽ നിന്നും നമ്മൾ ഡെപ്പോസിറ്റ് വാങ്ങിക്കും. ആ ഡെപ്പോസിറ്റ് തുക ഇങ്ങോട്ട് മറിക്കും. ഇവിടുത്തെ കാശെടുത്ത് വിജയവാഡയിലേക്ക് മറിക്കും. വിജയവാഡയിലെ കാശെടുത്ത് സെക്കന്ദരാബാദിലേക്ക് മറിക്കും. ഇത് ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ആരാ വന്നാ നോക്ക്. KC മോളിക്കുട്ടിയുടെ ഡെപ്പോസിറ്റുകാരില്ല ഇവിടെ? അതിന്റെ പെങ്ങളാ. ചേട്ടൻ ഇരുന്നാട്ടെ, ഞാൻ ഇരിക്കാൻ വന്നതല്ല. എന്റെ പെങ്ങളുടെ ഡിപ്പോസിറ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടും എന്താ പണം കൊടുക്കാഞ്ഞത്? അതല്ലേ അടുത്ത ബുധനാഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞു 3 ബുധനാഴ്ച കഴിഞ്ഞല്ലോ പെങ്ങള് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. പലിശ ഇപ്പൊ എത്രയാണെന്ന് അറിയാമോ? ഡെപ്പോസിറ്റ് തിരിച്ചു വേണമെന്ന് പറഞ്ഞപ്പോ കൊടുക്കുമ്പോ പലിശയും ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതേ പെങ്ങളുടെ ഭർത്താവ് ആശയിൽ നിന്ന് മരിച്ച കിട്ടിയ കാശാ. കൊടുക്കാനൊക്കെ തന്നെ പറയണം, വാങ്ങിക്കാൻ എനിക്കറിയാം. അത് ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞെങ്കിലല്ലേ നിങ്ങൾ ഇങ്ങനെ വെറുതെ ബഹളം വെക്കുന്നത്. ബുധനാഴ്ച വരുന്നു, പണം വാങ്ങിക്കുന്നു, പോകുന്നു. ഞാൻ മോളിക്കുട്ടിയുടെ അക്കൗണ്ട്സ് കംപ്ലീറ്റ് ക്ലിയർ ആക്കി വെച്ചോളാം. സ്റ്റാമ്പ് ഒട്ടിച്ച് റെസിപ്റ്റ് റെഡി ആക്കി വെച്ചോളാം. ചേട്ടൻ വന്നാൽ ഒട്ടും താമസിക്കാതെ പണം കൊടുത്തേക്കണം. പോയിട്ട് വാ. ഓക്കെ. ഓ, അപ്പോ ബുധനാഴ്ചക്ക് മുമ്പ് സംഗതികൾ ശരിപ്പെടുത്തണം. ഇറ്റ് വിൽ ബി ഡൺ. ഈ ബുധനാഴ്ച ഇതെല്ലാം കൂടെ എങ്ങനെയാ കൊടുക്കുന്നത്? കൊടുക്കില്ല. അവര് വഴക്കൂടില്ലേ? ആരോട്? സാറിന്റെ കൂടെ. അതിനവരെന്നെ കണ്ടിട്ട് വേണ്ട വഴക്ക് കൂടാൻ. അപ്പൊ എന്ത് ചെയ്യും? മുങ്ങും. നിങ്ങേ? ആ മുങ്ങും. പിന്നെ അവരെന്നെ കാണുകയില്ല. അപ്പൊ എന്താ കാര്യോ? നീയില്ലാത്തൊരു മുങ്ങലുണ്ടോ? നിന്നെയും കൊണ്ടേ ഞാൻ മുങ്ങൂ. ഇപ്പൊ തന്നെ നമ്മുടെ കയ്യിൽ 10-45 ലക്ഷത്തോളം ഡെപ്പോസിറ്റ് ഉണ്ട്. നമുക്കത് പോരെ? ഇതിന് ടൈപ്പ് ചെയ്ത് കൊണ്ടുവരണം. ശരി. ഇത് രാധയ്ക്ക് കൊടുത്ത് ഒപ്പിട്ട് വാങ്ങിക്കൂ. നിർത്തിയാട്ടെ, അടിച്ചിടത്തോളം മതി. എന്താ? ഇന്നത്തോടെ ഉദ്യോഗം ക്ലോസ്. ഇതൊന്ന് ഒപ്പിട്ടാട്ടെ. ആ സെക്രട്ടറിയോട് ഒന്ന് പറഞ്ഞു നോക്ക്. ചിലപ്പോൾ 3 മാസത്തേക്ക് കൂടി നീട്ടി കിട്ടിയേക്കും. ശരിയാ, അവര് പറഞ്ഞ എന്ത് കേൾക്കും? ഒന്ന് പറഞ്ഞു നോക്ക്. എംഡിയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം. അദ്ദേഹം നല്ല മനുഷ്യനാ. പ്രയാസങ്ങൾ നേരിട്ട് പറഞ്ഞാൽ വേണ്ടത് ചെയ്യും. ശരി. പിന്നെ ഇപ്പൊ കാണണ്ട, അദ്ദേഹം വളരെ ബിസിയാണ്. 5 മണി കഴിഞ്ഞ് കാണുന്നതാണ് കൂടുതൽ നല്ലത്. പോയി കണ്ടു പറയൂ.
ആ ശരി. ആ വരൂ. എന്താ കാര്യം? ടെർമിനേഷൻ നോട്ടീസ് കിട്ടി. അതെ, എന്റെ വീട് പട്ടിണിയിലായി പോയി സർ. ദയവ് ചെയ്ത് മറ്റൊരു ജോലി കിട്ടുന്നത് വരെ. ഈ കമ്പനിയുടെ പോളിസി അങ്ങനെയാണ്, ആരെയും സ്ഥിരപ്പെടുത്താറില്ല. എന്നെ ഒന്ന് സഹായിക്കണം സർ. വീട്ടിലെ സ്ഥിതി അത്രയ്ക്ക് കഷ്ടമാണ് സർ. ഇരിക്കൂ. ഇവിടെ വരൂ. എഴുതിക്കോളൂ. ടു മിസ് രാധ etc. etc. In view of the personal representation made by you and in view of your appreciation of your earnestness in your duties while in our service, the company is pleased to hereby revoke its earlier order of termination of service, which has been already served on you, and to appoint you in a permanent character from this day in your present post. The company is also pleased to sanction an increase of ₹75 per month on your salaries, etc. etc. വേണ്ട ടൈപ്പ് ചെയ്തോളൂ. ഇപ്പൊ തന്നെ ഒപ്പിട്ട് കൊടുത്തേക്കാം. ശരി. എന്താ, മതിയോ? സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല സാർ. അത് പറ്റില്ല. നന്ദി വേണ്ടതാണ്, അതെങ്ങനെ കാണിക്കണമെന്ന് അറിയുകയും വേണം. എന്താ, മനസ്സിലായില്ലേ? സാർ, രാധ എന്നോട് സഹായം ചോദിച്ചു. എന്റെ കമ്പനിയുടെ പോളിസിക്ക് എതിരായിരുന്നിട്ട് പോലും ഞാനത് ഉടനെ സമ്മതിച്ചു, അല്ലേ? അതെ സർ. അതുപോലെ ഞാൻ ഇപ്പൊ രാധയോട് ഒരു ഫേവർ ചോദിക്കുകയാണ്. എന്നെ കൊണ്ട് രാധയ്ക്ക് ഇനിയും ഒരുപാട് സഹായം കിട്ടാനുണ്ട്. ഐ പ്രോമിസ് ദാറ്റ്. ആ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒപ്പിട്ട് നിന്നെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് രാധേ, രാധേ, എന്തുണ്ടായി? കരയാതെ കാര്യം പറ. അയാളൊരു ദുഷ്ടനാണ്, അയാളൊരു മൃഗമാണ്. എനിക്ക് അയാളുടെ ജോലി വേണ്ട, എനിക്ക് ഒരുത്തന്റെയും ജോലി വേണ്ട. അയാൾ എന്ത് ചെയ്തു രാധേ? അയാൾ എന്നെ നശിപ്പിക്കാൻ നോക്കി. എന്നിട്ട് ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു. നീ എന്നെ തീരുന്നിച്ചല്ലോ, സാരമില്ല. ഒരന്യ പുരുഷൻ ചീത്ത വിചാരത്തോട് ദേഹത്ത് തൊടുന്നതും കടന്നു പിടിക്കുന്നതും സാരമില്ലാത്ത കാര്യമല്ല ഒരു പെണ്ണിന്. അതിനിപ്പോ മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ. എല്ലാ പരിശുദ്ധിയോടും ചേട്ടന്റെ കൈകളിൽ വന്ന് നിൽക്കണമെന്നാണ് എന്റെ ആശ. നിന്റെ മനസ്സും നിന്റെ സ്നേഹവും എനിക്കറിയാം രാധേ. ഒരു തെമ്മാടി ഒന്ന് തൊട്ടുവെന്ന് വെച്ച് ഒരു പെണ്ണിന്റെയും പരിശുദ്ധി കുറഞ്ഞു പോകുന്നില്ല. മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റിന് ഒരു പെണ്ണും ഒരിക്കലും കുറ്റക്കാരിയാവുന്നില്ല. നീ ധൈര്യമായിട്ട് പോകും. എനിക്കില്ല അത്യാവശ്യമായ ഒരാളെ കാണാനുണ്ട്. നീ പോകും.
ഇടിച്ചതിനുള്ള ഇടിയല്ലേ? എടാ. അത് ഇത് മതി. ഇനി ഡിപ്പോസിറ്റ് ചെയ്തവന്മാര് കുറെ വരുന്നുണ്ട്. അവന്മാര് പിന്നെ എവിടെ ഇടിക്കും? നിന്നെ ഞാൻ അയ്യോ, എന്റെ 10,000-ത്തിന് ഇടി ഇടിച്ചില്ല. അല്ലെങ്കിൽ വേണ്ട, അത് അവന്മാർ ഇടിച്ചോളും. ബാ, നമുക്ക് പോവാം. ബാ. കാണാൻ എത്ര നാൾ ഞാൻ കാത്തിരിക്കണം. നീ ഒന്നുകൊണ്ട് ദുഃഖിക്കരുത്. എന്റെ മനസ്സ് നിറയെ നീ ഉണ്ടായിരിക്കും എന്നും. ആ വിശ്വാസം മാത്രമായിരിക്കും എന്നെ ജീവിപ്പിക്കുന്നത്. ചേട്ടൻ നാളെ പോകുന്നു എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ എന്റെ മനസ്സിന് എന്തോ ഒരു വല്ലാത്ത ഭയം. ഒരു ഭയവും വേണ്ട. ഞാൻ യുദ്ധത്തിനൊന്നുമല്ലല്ലോ പോകുന്നത്, ജോലിക്കല്ലേ. എന്റെ വീട്ടിലെ സ്ഥിതി യുദ്ധത്തെക്കാൾ കഷ്ടമാണ്. നീ എനിക്കൊന്നൊരു ഉറപ്പ് തരണം. എന്റെ സ്നേഹത്തിന് ചേട്ടൻ ഇനിയും ഒരു ഉറപ്പ് വേണോ? നിന്റെ സ്നേഹത്തിന്റെ കാര്യത്തിലല്ല, പിന്നെ എന്തുണ്ടായാലും നീ ധൈര്യമായിരിക്കുമെന്ന്, ദുഃഖിക്കാതെ എനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് നീ എനിക്ക് ഉറപ്പ് തരണം. എന്താണാടി ഇവിടെ തട്ടിമറിപ്പിട്ടത്? എടി, നിങ്ങളെ ചോദിച്ചത്. അപ്പൊ ഞാൻ പറയട്ടെ, ശ്രീധർമ്മള്ള ചേട്ടൻ വരുമ്പോ ഞാൻ ഇത്രയും സമയം അന്വേഷിച്ചിരുന്നെന്ന് പ്രത്യേകം പറയണം. ബാലചന്ദ്രൻ ഇവിടെ ഇരിക്കണം. ഇപ്പൊ വരും, കണ്ടിട്ട് പോകാം. നേരം വെളുത്തപ്പോ ഇവിടെ ഇറങ്ങിയതാ. ഒരു ജോലി ഉണ്ടായിരുന്നു, അതും തെളിച്ചു. നാട് ചുറ്റി നടക്കുക. കാമവുമായിട്ട് കറങ്ങി നടന്നോടി. നിന്റെ പ്രേമം കഴിഞ്ഞിട്ടും നാട്ടിൽ മുഴുവൻ പാട്ടാണടി. നാണക്കേട്. നോക്കണ്ട, നീ കാരണം മറ്റുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. ശ്രീരമ്പിള്ളച്ചേട്ടൻ വരുമ്പോ പെണ്ണു വല്ലതും പറഞ്ഞു കൊടുക്കുവോ? ഏയ്, പുള്ളിക്കാരൻ എന്റെ ഈ കാര്യത്തിൽ വലിയ വിശ്വാസം. പിന്നെ ഇവളെവിടെ ഇങ്ങനെ നിർത്തിയിരുന്ന നമുക്ക് ശല്യവാ. വഴി ഉണ്ടാക്കാമെന്ന്. ഞാനിതാ ഇപ്പൊ വന്ന് കയറി. ചേട്ടനെ തിരക്കായിരുന്നു. മോക്ക് എന്തെങ്കിലും ഒരു ജോലി വാങ്ങിക്കൊടുക്കുന്ന കാര്യം പറയായിരുന്നു. ഇതുപോലുള്ള തട്ടിപ്പുറമിൽ ജോലി കിട്ടി എന്താ കാര്യം? എന്നാൽ അയക്കണ്ട. കള്ളു കുടിക്കാനും വീട്ടിയാലും വേറെ വഴി കണ്ടോണ്ടാ മതി. രാധമ്മയുടെ കാര്യം നമുക്ക് ശരിയാക്കാമെന്ന്. ചേട്ടാ, നമുക്കൊന്ന് ഇറങ്ങിച്ചു വരാം. ബാലഞ്ചേട്ടനാ ഈ മനുഷ്യനെ കൊണ്ടു നടന്ന് കള്ളും ചാരായും മേടിച്ചു കൊടുത്ത് ചീത്തയാക്കുന്നത്. പിന്നെ ഞാൻ എട്ടുമൊട്ടും അറിയാൻ മേലാത്ത കൊച്ചു കുഞ്ഞല്ലേ കൊണ്ടുവന്ന് ചീത്തയാക്കാൻ. എന്റെ ഈ ലോകം ആവശ്യമില്ല. ഇങ്ങനൊരു നല്ല മനുഷ്യൻ. എന്തെങ്കിലും ഒരു സഹായം. ആ സഹായം ഓടി അവിടുന്ന്. പാലൂടെ വാ. ചേട്ടാ, പട്ടണത്തിൽ എന്റെ ഒരു അടുത്ത സ്നേഹിതന് ഒരു വലിയ ഫാക്ടറി ഉണ്ട്. ഞാൻ പറഞ്ഞ് രാധമ്മത്തോടൊരു ജോലി ശരിയായി കൊടുക്കാം. എനിക്കോ ജോലിയും കൂലിയില്ല. അവക്കെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ശരിയായി കൊടുക്കാമെന്ന്. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞല്ലോ. എനിക്ക് ആ ജോലി വേണ്ട. പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കുമോളെ? അവിടെ കാണുമ്പോൾ ദുബായിന്ന് ബിസ്ക്കറ്റ് അയക്കും. നിങ്ങൾ കുറെ ദിവസമായി കുത്തുവാക്ക് പറയുന്നു. അവള് പറഞ്ഞാണ് കുറ്റം. ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ അച്ഛനായി മോളായി. എനിക്ക് വേണ്ടി ആരും ജോലിക്ക് പോകണ്ട. ഇനി മര്യാദയ്ക്ക് പറയുന്നത് അനുസരിക്കും. ഈ കാലത്തൊരു ജോലി കിട്ടാനുള്ള പ്രയാസം നിനക്ക് അറിഞ്ഞുകൂടെ? ഇത് ബാലംപിള്ളയ്ക്ക് പിന്നെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ഏർപ്പാടാക്കിയതാ. അത് പാഴാക്കാതെ. എന്റെ രാധമേ, എനിക്ക് പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് പറയല്ല. അവിടെ ചെന്നാൽ നിനക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല. നീ ഒന്ന് ചെന്ന് നോക്ക്. പിന്നെ നിനക്ക് തിരിച്ചു വരണമെന്നേ തോന്നൂല. വാ, രാഹുകാലത്തിന് മുമ്പ് നമുക്ക് ഇറങ്ങാം. കാശ് വയ്ക്കുന്നു. ഇതെന്താ 5 ഉലുവയോ? അങ്ങോട്ട് വേണോ? ചെരുപ്പെടും.
എങ്ങടാ മാമൂല? കാശൊന്നും കിട്ടിയില്ല. കിട്ടിയില്ലേ? ഞാനൊന്ന് പറഞ്ഞില്ലേ, അതുപോലെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ എന്റെ ആളാ, എനിക്ക് വിശ്വാസമില്ലേ? അങ്ങോട്ട് പോയി ഉറക്കം ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ കണ്ണും മൂക്കും കാണത്തില്ല. അയാൾ അങ്ങോട്ട് പോയിട്ട് കയറി. വണ്ടി മാറ്റിയിട്. ഇനി നമുക്ക് പോവാം. നോമ്പ് ശരിക്കും ഉണ്ടോ? എന്തോ നോക്കണം കേട്ടോ. വരൂ. നമസ്കാരം മീനാമ്മ. ആര്? ബാലം പിള്ളയോ? ഇതാരാ അത്? എനിക്ക് വേണ്ടപ്പെട്ടൊരു കുട്ടിയാ. ഇവക്കൊരു ജോലി കൊടുക്കണം, അതിനുകൊണ്ടൊന്നുക. ഉപേക്ഷിക്കരുതേ. ശരി, ബാലംപിള്ളയുടെ ആളെന്ന് പറയുമ്പോ എനിക്ക് ഉപേക്ഷിക്കാൻ ഒക്കുവോ? കാര്യമായിട്ട് നോക്കണേ. ആദ്യമായിട്ടാ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. ശല്യക്കാരിയൊന്നും അല്ലല്ലോ. ഏയ്, നല്ല മര്യാദക്കാരിയാ. ഇല്ലെങ്കിൽ ഞാനിവിടെ കൊണ്ടുവരുമോ? എന്താ പേര്? രാധ. രാധമ്മ എന്നാ ഞങ്ങളൊക്കെ വിളിക്കുന്നത്. ആ, എടി വാസന്തി, ഈ കുട്ടി അകത്തേക്ക് വിളിച്ചോണ്ടു. വരൂ, ഇവിടെ ഇങ്ങോട്ട് കൂടി. എടി കമലമ്മേ, നാശം. ഉറങ്ങാൻ കിടന്നാൽ തുണി പോയാലും അറിയില്ല. ഓ, അവ കൊണന്നിരുന്നാലും തുണി ഉടുക്കുന്ന ഇഷ്ടമല്ല. ഇവിടെ ഈ മുടിഞ്ഞ ഉറക്കം കാരണമല്ലയോ കൂടെ കിടന്നവൻ അരയെ കിടന്ന് അരഞ്ഞാണ് ഓടിച്ചോണ്ട് പോയത്.
രാത്രിയില്ല. എന്നെ കൊണ്ടുവന്ന ആളെവിടെ? അയാൾ അപ്പോഴേ പോയല്ലോ. എന്തിനാ? എനിക്ക് വീട്ടിൽ പോണം. അത് കൊള്ളാം. അയാള് ചോദിച്ച നോട്ടെണ്ണി കൊടുത്തതേ നിന്നെ വീട്ടിലയക്കാനല്ല. ഉദ്യമം പറഞ്ഞ് അയാളെന്നെ കൊണ്ടുവന്നത് ദേശീയത്തിൽ വിൽക്കാനായിരുന്നു അല്ലേ? എടി, ഉദ്യോഗത്തിന് പോകുന്നവളുമാര് ഒരു മാസം ഉണ്ടാക്കുന്ന രൂപ നിനക്കിവിടെ ഒരു ദിവസം കൊണ്ടുണ്ടാക്കാം. മര്യാദയ്ക്ക് വീട്ടിൽ കൊണ്ട് വിടാനാ പറഞ്ഞത്. മര്യാദയ്ക്കകത്ത് പോവാനാ പറഞ്ഞു. ഇല്ല, ഞാൻ പോവില്ല. നീ പോവില്ല അല്ലേ? നിന്നെ കൊണ്ട് പോവാൻ ഒക്കോ ഇല്ലെന്ന് ഞാൻ നോക്കട്ടെ. എന്റെ ക്യാരക്ടർ ശരിക്കും നീ മനസ്സിലാക്കിയിട്ടില്ല. പൊടിയകത്ത് 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 വീട്ടിൽ പോണോ അല്ലേ? പൊട്ടിക്കോഴിലേറി കരയുന്നോ? ഒന്നാളെ ഞാൻ ആരെന്നാ നീ വിചാരിച്ചത്? നീ ശരിയാവുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. കഴിവറിയളെ എന്നാലും നോക്കിയിരിക്കുന്നത് ഓടിയാത്ത ഇവളുടെ അമ്മമ്മ വരെ ഞാൻ ശരിയാക്കും. ബ്രോക്കർ ബാലംപിള്ളയുടെ കൂടെ ഒരു പെണ്ണിങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അയ്യോ, അങ്ങനെ ആരും വന്നില്ലല്ലോ. ആരും വന്നില്ലേ? എടേ, എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പപ്പ ഞാൻ അറിയും. അതിനാടി ഞാൻ ശമ്പളവും വാങ്ങിച്ച് ഇൻസ്പെക്ടർ ആയിരിക്കുന്നത്. മനസ്സിലായോ? സത്യം പറ, ആരും വന്നില്ലേ? വന്നു യമാനെ. അവനെവിടെ? അയാൾ അപ്പോഴേ പോയി. കൂടെ വന്ന പെണ്ണ് പറയടി. അകത്തുണ്ട്. സാറിനെ രക്ഷിക്കണം. അതിനല്ലേ ഞാൻ വന്നത്. അവരെന്നെ ഒരുപാട് ഉപദ്രവിച്ചു. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. നീ എന്തിനിവിടെ വന്നു? ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതാണ്. എന്നിട്ട് ഇവിടെ വന്നത്? വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. തിരിച്ചു പോകാൻ എന്നെ സമ്മതിച്ചില്ല. പോകണമെന്ന് പറഞ്ഞപ്പോ അവരെന്നെ തല്ലി ഈ മുറിയിലിട്ട് പൂട്ടി. എന്നെ നശിപ്പിക്കുന്നതിന് മുമ്പ് സാറിനെ രക്ഷിക്കണം. ഒരുപാട് അടിച്ചു അല്ലേ? സാധുക്കളെ രക്ഷിക്കേണ്ട സാറാണോ ഇങ്ങനെ? നിന്നെ കണ്ടപ്പോഴേ എനിക്കൊരാഗ്രഹം തോന്നി. എന്തായാലും നീ നശിക്കും. പിന്നെ ഞാനായാലെന്താ, വേറെ ആരായിരുന്നാലെന്താ? വെറുതെ കിടന്ന് ബഹളം കൂട്ടിയിട്ട് ഒരു പ്രയോജനവും ഇല്ല. Thank you.
എടീ, നിനക്ക് ചാവണോടി? നിനക്ക് ചാവണമെങ്കിൽ ഞാൻ കൊന്നുതരാവടി. ചാവാൻ പോലും ഞാനിവിടെ സമ്മതിക്കില്ലടി. അഹങ്കാരി. ഇവിടെ വരാതെ ഇവിടുത്തെ വിവരങ്ങളൊന്നും അറിയാതെ ചുമ്മാ അപരാധങ്ങളൊന്നും പറയാതെ. കേട്ടോടാ. അതാണ് ആൺകുട്ടികൾ. ഇതേതാ ഒരു പുതുമുഖം? കഞ്ചാവടിച്ച കോഴിയെ പോലെ ഇരുന്ന് പരുങ്ങുന്നത് കണ്ടോ? കറക്റ്റ്. പയ്യൻസ് ഒരു പുതുമുഖമാണ്. അരങ്ങേറ്റം ഇവിടെ തന്നെ ആട്ടെന്ന് ഞങ്ങൾ കരുതി. അതിനെന്താ, നമുക്ക് തങ്കമണിയെ ഏൽപ്പിച്ചു കളയാം. അതെ അതെ, തങ്കമണിയാ പറ്റിയത്. ഇവന്റെ തന്തപടി പോറില്ല, ഒറ്റ മോന. ഇവനെ ലേലട്ടെടുക്കേണ്ടത് നമ്മുടെ പൊതു ആവശ്യമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. തങ്കമണി വേണ്ട. കുഞ്ഞുമോനും പേടിച്ചാലോ? രാധയാവുമ്പോ ഒരു കുഴപ്പമുണ്ടാവില്ല. അവളും അത്തരക്കാരിയാണല്ലോ. ബാവുഞ്ഞി പതുക്കെ സൂക്ഷിച്ച്. നിങ്ങൾ വെറുതെ ഇരുന്ന സമയം കളയണ്ട. ഇവിടുമാരൊക്കെ എവിടെ പോയി? രണ്ട് മാന്യന്മാര് വന്നിട്ട് എത്ര സമയമായി? ഓരോരുത്തരും വന്ന് വിളിച്ചിട്ട് പോവിനടി. ബാവുഞ്ഞി വരൂ, വരൂ, പേടിക്കാതെ വരൂ. എന്തിനാ ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്നത്? വെറുതെ ഒരു ആദ്യമാണ് അല്ലേ? നല്ല കുടുംബത്തിൽ നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ച കുട്ടിയാണെന്ന് തോന്നുന്നു. ഇത്ര ചെറുപ്പത്തിലെ വേശ്യാലയത്തിൽ വന്ന് എന്തിനു ജീവിതം നശിപ്പിക്കുന്നു? അനിയ, എന്റെ സ്വന്തം സഹോദരനെ പോലെ കരുതി ഞാൻ പറയുകയാണ്. ഈ അഴുക്കുചാലിൽ വീണിട്ടുള്ളവരാരും പിന്നെ രക്ഷപ്പെട്ടിട്ടില്ല. ഇവിടെ പലരും വരുന്നു, പോകുന്നു. പ്രായഭേദമില്ല, ജാതിഭേദമില്ല. പണം കൊടുത്താൽ ഏത് പകരുന്ന രോഗമുള്ളവർക്കും ഇവിടെ പ്രവേശനമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാശ് കൊടുത്ത് സുഖം വാങ്ങാം, നിമിഷനേരത്തെ സുഖം. പക്ഷേ അതോടെ നിങ്ങളുടെ പഠിപ്പും ആരോഗ്യവും ഭാവിയുമാണ് തകരുന്നത്. വലുതാകുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം തന്നെ താറുമാറായി പോകും. ദയവ് ചെയ്ത് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂ. രക്ഷപ്പെടാനുള്ള അവസാനത്തെ അവസരമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോ നിങ്ങൾ എന്തിനൂടെ കഴിയുന്നു? കഴിയാൻ ആഗ്രഹിച്ചതല്ല, ചതിവിൽ വന്നുപെട്ടതാണ്. എന്നാൽ രക്ഷപ്പെടാൻ നോക്കാത്തത്? അന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല, ഇനി രക്ഷപ്പെട്ടും ഫലമില്ല. അരുത്, ഇനി വലിക്കരുത്. ഈ ചേച്ചി പറഞ്ഞാൽ അനുസരിക്കില്ലേ? ഞാൻ പോകുന്നു. ഇനി ഇതുപോലുള്ള മറ്റൊരിടത്തേക്കും ഈ കാലുകൾ ചലിക്കരുത്. മരിച്ചു ജീവിക്കുന്ന ഒരു എളിയ സഹോദരിയുടെ അപേക്ഷയാണിത്. ഹലോ മീരമ്മ, ഹൗ ആർ യു? ഹായ്.
ഹായ് പീറ്ററോ സൗഖ്യമാ? ആ എന്റെ കാമുകിമാരെല്ലാം അവിടെ തങ്കി, വാസന്തി, ജൂലി. മൈ ഡിയർ അപ്പൊ പീറ്ററേട്ട എന്നെ തഴഞ്ഞു. ആരെയും തഴയുന്ന പ്രശ്നമേ ഇല്ല. എന്നാ ഇതെല്ലാരും കൂടെ വീതിച്ചെടുത്തോ. പീറ്ററേട്ടൻ ലോട്ടറി അടിച്ചോ? ലോട്ടറി അടിച്ചില്ല, പിന്നെ? ഒരു സൂട്ട് കേസ് അടിച്ചു. ജയന്തി ജനതാ എക്സ്പ്രസ് അതിവേഗം പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ്. ഈ പെട്ടി എന്നെ നോക്കി ചിരിക്കുന്നു. ഉടമസ്ഥനെ എനിക്കറിയാം, 100-10 രൂപ പലിശ വാങ്ങിക്കുന്നവനാ. അയാള് ബാത്റൂമിൽ പോയതൊക്കെ നോക്കി ഞാൻ എവനെ അടിച്ചോണ്ടിഞ്ഞ് പോന്നു. ഈ പണം സമ്പാദിക്കാൻ പറ്റിയതല്ല. ബാക്കി നീ നമ്മി വെച്ചോ. പീറ്റർ, ഉം. എന്റെ ക്യാരക്ടർ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് നീ മാത്രമാണ്. അതുകൊണ്ടാണല്ലോ പെട്ടിയോടെ തന്നത്. രാധമ്മ എന്ത് പറ്റി ഇവിടെ? എന്നെ ചതിച്ചു പീറ്റർ. എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടുത്താമോ? ശരി, ഞാൻ രക്ഷപ്പെടുത്താം. അവരറിയാൻ വിടില്ല. എന്നെ ഇവിടെ ആരും തടയില്ല. വേഗം തയ്യാറായിക്കൊള്ളൂ. അപ്പോഴേ നിന്നമ്മ വന്നോ? പിന്നെ ബാക്കിയെല്ലാം പറഞ്ഞതുപോലെ പോവാം. നീയാണടാ പീറ്റർ, നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. യാതൊന്നും വിഷമിക്കാതെ, ഞാൻ ഉടനെ മടങ്ങി വരും. വന്നാൽ ഉടനെ ശരിയാക്കും. ഉടനെ ഇങ്ങ് വരും. മജിസ്ട്രേറ്റ് നിന്റെ തന്തയല്ലേ? എന്റെ തന്തയ്ക്ക് പറയല്ലേ സാറേ, എന്റെ തന്ത മജിസ്ട്രേറ്റല്ല, പാലത്തിങ്കൽ പൗലോസ. പിന്നെ ഞാനൊരല്പം ദേഹം ഇളക്കില്ലേ സാർ. സാർ എന്നെ അറസ്റ്റ് ചെയ്യും, കോടതി ജയിലയക്കും. അവധി കഴിഞ്ഞ് വീണ്ടും പുറത്തു വരും, വീണ്ടും ഓടിക്കും. മോഷണത്തിന് വധശിക്ഷയൊന്നുമില്ലല്ലോ. നടക്കാം. കൊണ്ടുവന്നതെല്ലാം വീതിച്ച് തീർന്നുപോയി സാറേ. സാറിന് തരാനൊന്നുമില്ലല്ലോ. അടുത്ത പ്രാവശ്യം വരുമ്പോ 50-50. ഇതാണോ പെട്ടി? അതെ, എടുക്കാം. അമ്മയ്ക്ക് വിധിച്ചിട്ടില്ല. അടുത്ത പ്രാവശ്യം കൂടുതൽ നടക്കാം. നടക്കടാ. അവന്റെ നാശം. അയ്യോ, എന്താ വസന്തി? ഇത് കണ്ടോ? ഒരുത്തൻ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചതാ. അവനൊരു രസം. കണ്ടവന്റെ പണം വാങ്ങിച്ച് നീ ഇവിടെ ഇരുന്ന് കൊള്ളുന്നോ? അയാൾ അവിടെ കിടന്ന് തെറി പറയുന്നു. എനിക്ക് ചെല്ലടി അങ്ങോട്ട്. ഇത് കണ്ടോ? ഞങ്ങൾ മനുഷ്യരല്ലേ, ജീവനോട് ചുട്ടുകരിച്ചാലോ? വരുന്നവരുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കണോടി, അതിനാ അവര് പണം തരുന്നു. എനിക്ക് വയ്യ. അയാൾ കണ്ടമാനം കുടിച്ചിരിക്കുന്നു. വേറെ വല്ലവരെയും പറഞ്ഞു വിട്. അയാൾക്ക് നിന്നെ തന്നെ വേണമെന്ന്. എനിക്ക് വയ്യെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞതനുസരിക്ക്, ഇല്ലെങ്കിൽ കൊന്നു കെട്ടിക്കൊക്കും. എന്നാ അതുവരെ നടക്കട്ടെ. പൊടി അങ്ങോട്ട് പോവാനാ പറഞ്ഞു. നീ പോവില്ലോ.
ഞാൻ സസ്പെൻഷനിലാണ്. പകരം വരുന്നത് ആരായിരിക്കും? നിനക്ക് പകരം വരുന്നവരെ നോട്ടോ അല്ലേടി? എന്റെ കാര്യം ഒരു പ്രശ്നമല്ല. അവനിപ്പോ ഞാൻ എന്ത് വേണമെന്നാ പറയുന്നേ? ആ കള്ളം പീറ്റർ നിനക്കും എനിക്കും എതിരായി പരാതി വെച്ചിട്ടുണ്ട്. അന്വേഷണത്തിന് ആള് വരുമ്പോ രാധ ഇവിടെ കാണരുത്. മീനാമെന്നല്ലേ പേര്? അതെ, മനസ്സിലായില്ലല്ലോ. പോലീസ്? വെറും പോലീസ് അല്ല, വിജിലൻസ്. ഇവിടെ രാധ എന്നൊരു പെൺകുട്ടിയെ അന്യായ തടങ്കലിൽ വെച്ചിട്ടുണ്ടോ? സാറേ, തടങ്കലിലൊന്നും അല്ല, അവളുടെ സമ്മതത്തോടു കൂടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. വിളിക്കാവളെ. രാധേ, മോളെ രാധേ. നിന്നെ ഇവരിവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണല്ലേ? അതിന്റെ പെട്ടിയ സാധനങ്ങളൊക്കെ എടുക്ക പറഞ്ഞു കേട്ടില്ലേ? പോലീസാണ് പെണ്ണെ, എടുത്തോണ്ട് പോ. ആരോരും ഇല്ലാത്ത പാവപ്പെട്ട പെൺകുട്ടികളെ ബലാത്കാരമായി കൊണ്ടുവന്ന് നിർബന്ധിത വ്യഭിചാരം നടത്തുകയാണല്ലേ? അയ്യോ സാറേ, അങ്ങനെ ഒന്നുമില്ല. സാറോ? ഇതുപോലെ എത്ര പേരുണ്ട് ഇവിടെ? ചോദിച്ചേട്ടില്ലേ? സാറേ, ഇവളല്ലാതെ മറ്റാരുമില്ല. ഞാനും കൂടി വരുന്നു സാർ. പോണ്ടിരിക്കെ പോവി. വരൂ. അവളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിയാൻ ഞാൻ എല്ലാം വലിച്ചെറിഞ്ഞ് ഞാൻ ഓടിയെത്തിയത്. സോമനോളെ മറന്നേക്ക്. നിനക്ക് നല്ല ഒരു ഉദ്യോഗമുണ്ട്, ആവശ്യം പോലെ പണമുണ്ട്. വേറെ ഒരു വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. ഞാൻ അവളെ തിരക്കി. ഒടുവിൽ ഇവിടെ ഉണ്ടെന്ന് ആരോ പറഞ്ഞു. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. സോമൻ രാധയെ കാണാതിരിക്കുന്നതാണ് നല്ലത്. ഒന്നും ആ കുട്ടിയുടെ തെറ്റല്ല. പക്ഷേ ഇന്ന് രാധ അവൾ ഇന്നൊരു വേശ്യയാണ്. എന്തുവാ? ഇല്ല, അവൾ ഒരിക്കലും അങ്ങനെ ആവില്ല. ഞാൻ അവളെ കണ്ടു. ഒരു വേശ്യാലേ രക്ഷപ്പെടുത്താൻ നോക്കി, നടന്നില്ല. എന്തായാലും എനിക്കവളെ കാണണം, എനിക്കവളെ കാണണം. എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. എന്റെ ഭർത്താവ് നിന്നോട് ഒരു ചതിയും ചെയ്തിട്ടില്ല. മീനാമ്മയുടെ അവിടുന്ന് നിന്നെ മാറ്റി നിർത്തണമെന്ന് ആ ഇൻസ്പെക്ടറാ പറഞ്ഞത്. ഇൻസ്പെക്ടർ പറഞ്ഞാലും മീനാമ്മ പറഞ്ഞാലും വിജിലൻസ് ആണെന്നും എന്നെ രക്ഷിക്കാനാണെന്നും ഭാവിച്ചു വന്നത് നിങ്ങളുടെ ഭർത്താവല്ലേ? വേണ്ടപ്പെട്ടവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വേഷം കെട്ടാതിരിക്കാൻ പറ്റുമോ? പിന്നെ ഇതിന്ന് രക്ഷപ്പെട്ടിട്ട് എങ്ങോട്ട് പോകാമെന്ന് നിന്റെ വിചാരം? ദൈവം വിചാരിച്ചാലും ഈ ജന്മം നമുക്ക് വേറെ രക്ഷയൊന്നുമില്ല രാധേ. ഒരിക്കൽ വഴിതെറ്റിയവൾ എന്നും പതിവ് തന്നെ. മരണത്തിനെ ഇനി നമ്മെ രക്ഷിക്കാൻ കഴിയും. ആ ചേച്ചി, എനിക്ക് അവിടത്തേക്കാൾ ഇവിടെ വളരെ ഇഷ്ടപ്പെട്ടു. ഞാനിതാ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറിയിട്ടാ ചേച്ചി കാണാൻ വന്നത്. നീ മിടുക്കി, ജീവിക്കാൻ അറിയാം. കുഞ്ഞേ, നീ ഇവിടെ കണ്ടു പഠിക്ക്. ഇവിടുന്ന് പോയാൽ നീ രക്ഷപ്പെടുമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ പറ. എന്ന് ഞാൻ പറഞ്ഞേക്കാം. നിർബന്ധിച്ചാരെയും ഞാനിവിടെ നിർത്താറില്ല. പക്ഷെ നീ ഒന്നോർക്കണം, ഒരിക്കൽ ചീത്തയായവൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ചീത്തയായവളാണ് എന്നത്തേക്കും. സ്വന്തം വീട്ടുകാരുടെ മുൻപിൽ പോലും അങ്ങനെയാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. എന്റെ പൊന്നു പീറ്ററെ, ഞാൻ പറയുന്ന വിശ്വസിക്കുക. അവളിവിടെ ഇല്ല. എന്റെ ഈശോയെ, ഓരോ പ്രാവശ്യം ജയിലിൽ നിന്ന് വരുമ്പോഴും ഓരോരുത്തരെ കാണാനില്ലല്ലോ. എന്റെ പൊന്നു മീനാമ്മേ, ഞാനിപ്പോ 10 പണം പിടിക്കാനുള്ള ഒരു കോളും കൊണ്ടാ വന്നിരിക്കുന്നത്. അവളുടെ ഒരു പഴയ കാമുകം വന്നിട്ടുണ്ട്. അതിനിപ്പോ ഞാനെന്തോ വേണം? അവളവളുടെ പാട്ടിന് പോയില്ലേ? ഞാൻ എന്തോ ചെയ്യും? പീറ്ററെ, പീറ്ററിനോട് ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? എന്നോട് കള്ളം പറയും. കടയിൽ തിരക്കാണ് വെച്ചാ അവളിപ്പോ എത്തും. സാറിനെ പോലെ നല്ലൊരു മനുഷ്യന് ഇങ്ങനൊരു ഗതി വന്നല്ലോ. അപ്പൊ ഇനി ജോലി തിരിച്ചു കിട്ടില്ലേ സാർ? ഇല്ല, കേസിന് വേണ്ടി എല്ലാം തൊലച്ച് മാത്രം മിച്ചം. ജോലി ഉണ്ടായിരുന്നപ്പോ സാർ എത്ര പേരെ സഹായിച്ചിട്ടുള്ള ആളാ. ഞാൻ മദ്രാശിക്ക് പോയത് തന്നെ സാറിന്റെ പണം കൊണ്ടല്ലേ. സാറിന്റെ കഥകൾ കേട്ടപ്പോ എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നുന്നു. സാർ വേണ്ട,
എനിക്ക് സഹായങ്ങളോ ഒന്നും വേണ്ട. ഞാനത് സ്വീകരിക്കുകയില്ല. സാർ അങ്ങനെ വിചാരിക്കരുത്. എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് സാർ. വേണ്ട, ഞാൻ വിളിപ്പിച്ച കാര്യം പറയാം. എന്റെ മൂത്ത മകള് ശാരദ SSLC പാസ്സായി വെറുതെ നിൽക്കുകയാണ്. ടൈപ്പ് റൈറ്റിംഗ് ലോവറും ഹയറും പാസ്സായിട്ടുണ്ട്. രാവിലെ വിചാരിച്ചാൽ സാർ അത് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. അവൾക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഒരു സഹായമായേനെ. കാപ്പി. ശാരദ മൂത്തവ. ഇളയ കുട്ടികളൊന്നും കണ്ടിട്ടില്ല സാർ. വടക്കേ വീട്ടിൽ പശുത്തൊഴുത്തിൽ ഇലക്ട്രിക് ലൈറ്റുണ്ട്. അവിടെ ചെന്നിരുന്ന് പഠിക്കുക. സാർ ഞാൻ കാര്യം ചെയ്യാം. ഞാനും ഭാര്യയും മറ്റന്നാ തിരിച്ചു പോകും. ശാരദ കൂടി ഞങ്ങളെ കൊണ്ടുപോയിക്കോളാം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അവൾക്കൊരു ജോലി കിട്ടിയാൽ ഈ വീട്ടിൽ ഒരു നേരത്തെ പട്ടിണിയെങ്കിലും മാറും. മറ്റന്നാ രാവിലെ പുറപ്പെടാൻ തയ്യാറായിരുന്നുള്ളൂ ശാരദ. ചേച്ചി, മാറുക മാറുക. ചേച്ചി നാട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് എന്താ കൊണ്ടുവന്നത്? നിനക്കൊക്കെ പറ്റിയ ഓരോ ഭർത്താക്കന്മാരെ കൊണ്ടുവന്നു. അതിന് ഞങ്ങൾക്കിവിടെ പഞ്ഞമില്ലല്ലോ. എടേ നിന്റെ ഡിസ്മിസലിന് സമയമായി. നിക്കറിന് 5 രൂപ കട്ട്. ഏതാ ചേച്ചി കുട്ടി? നാട്ടിലുള്ളതാ, ശാരദ. ചേട്ടന് വേണ്ടപ്പെട്ട പെണ്ണാണ്. ആ ബെറ്റി, ശാരദ നിന്റെ കൂടെ താമസിക്കും. വിളിച്ചോണ്ട് പോ. വരൂ ശാരദ. പുതിയ ഇറക്കുമതിയാണല്ലോ. ABCD പഠിപ്പിക്കേണ്ടി വരുമെന്നാ തോന്നണേ. എന്തായാലും വന്ന പാടെ വല്ലതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാതെ അവരോരോ മുറി പോ. എന്നെ എന്റെ വീട്ടിലേക്ക് അയച്ചാ മതി. ശരി പൊയ്ക്കോളൂ. ശരി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാ മതിയോ? ഇവിടെ നിന്നൊക്കെ പോയി നാട്ടിൽ പാട്ടാക്കിയാലേ നമ്മുടെ മാനമാ പോകുന്നത്. നിന്റെ വീട്ടിലെ ദാരിദ്ര്യം കണ്ടിട്ടാ ഞങ്ങളെ മണ്ടത്തരം കാണിച്ചത്. നീ കുറച്ചും കൂടെ ബുദ്ധിമുട്ടിയായിരിക്കും ഞാൻ വിചാരിച്ചു. മാനം വിറ്റ് ജീവിക്കുന്നതാണോ ബുദ്ധി? അതെ, മാനമല്ല, വേണ്ടി വന്നാൽ എന്തും വിൽക്കണം. പക്ഷെ അത് നല്ല വിലയ്ക്ക് വിൽക്കുന്നതിനാണ് സാമർഥ്യം. നിലയും നിലയുമുള്ള പല മാന്യന്മാരുടെ ഭാര്യമാരും ഇവിടെ വന്നു പോകുന്നത് നിനക്കറിയാവോ? ഭാര്യമാരെ ഉപയോഗിച്ച് സ്ഥലമാറ്റം, പ്രമോഷൻ ഇതൊക്കെ നേടിയെടുത്ത വലിയ വലിയ അങ്ങട്ടമാരെ ഞാൻ നിന്നെ കാണിച്ചു തരാം. അങ്ങനെ ബുദ്ധിയുള്ളവർ ഓരോന്ന് നേടും. എടീ, നിനക്കറിയാമോ, മന്ത്രിമാര് വരെ വിചാരിച്ച് നടക്കാത്ത കാര്യം ഇദ്ദേഹം ഒന്ന് ഫോൺ എടുത്ത് കറക്കിയാൽ അപ്പൊ നടന്നിരിക്കും. എന്തായാലും ഞാനില്ല. ഞാനായിട്ട് നിന്നെ നിർബന്ധിച്ച് ചീത്തയാക്കുന്നില്ല. ഈ നാട്ടിൽ പെമ്പിള്ളേരെ കിട്ടാനാണോ പഞ്ഞ? എനിക്ക് നീ ആയാലെന്ത്, ഇന്നൊരുത്തി ആയാലെന്ത്, എനിക്ക് വേണ്ട എന്റെ കമ്മീഷൻ മാത്രം. ഇവിടെ വന്നിട്ടുള്ള ഒരു പെൺകുട്ടികൾക്ക് ഒരാപത്തും സംഭവിച്ചിട്ടില്ല. അതിനുള്ള കപ്പാസിറ്റി, ഇൻഫ്ലുവൻസ് ഒക്കെ എനിക്കുണ്ട്. ഇവിടുന്ന് പണം ഉണ്ടാക്കി പോയി വിവാഹം ചെയ്ത് ജീവിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയാമോ? കുളിച്ചു കയറണമെന്നാണ് ചൊല്ല്. ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് ഇനിയൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. രാവണിച്ചേട്ടൻ ഇതാണ് പണിയെന്ന് നാട്ടിൽ ആർക്കും അറിയില്ല. അതാണ് മിടുക്ക്. നാളെ നീ എവിടെ ആരായിരുന്നെന്ന് നാട്ടുകാരറിയില്ല. അതുകൊണ്ട് തെറ്റില്ലാതാവുമോ? പണ്ട് ഞാനും നിന്നെപ്പോലെ ഇതൊക്കെ ആലോചിച്ചവളാണ്. ഒരു വേശ്യയുടെ ജീവിതം ഒരിക്കലും ആനന്ദകരമായ ഒന്നല്ല. മറ്റുള്ളവരുടെ വെറുപ്പും പുച്ഛവും സാരമില്ല. പക്ഷേ നമ്മുടെ ഇടപാടുകാർ കാണിക്കുന്ന ക്രൂരത തന്നെ ചിലപ്പോൾ ദുസ്സഹമാണ്. ഇത് നോക്കൂ. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ നിന്റെ വീട്ടിലെ പതിവുകാരൻ നിന്നുള്ള അനുഭവമാണിത്. പച്ച മാംസത്തിൽ തീ വെച്ച് പൊള്ളിക്കുക, അയാൾക്കത് വലിയ രസമായിരുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ അങ്ങനെയൊന്നും നടപ്പില്ല. എല്ലാത്തിനും ഒരു ചിട്ടയും ക്രമവും ഉണ്ട്. മര്യാദ കെട്ട ഇടപാടുകാരുടെ അടുത്തേക്ക് രാമണിച്ചേട്ടനും ഭാര്യയും നമ്മളെ അയക്കില്ല. അവർക്കത് വലിയ നിർബന്ധമാണ്. ഇവിടെ വരാറുള്ളവർ വലിയ വലിയ ആൾക്കാരും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമാണ്. ആ പരിചയവും ബന്ധങ്ങളും വെച്ച് പലതും നേടിയവരും നല്ല നിലയിലെത്തി ഈ ജീവിതത്തിൽ നിന്ന് തിരിച്ചു പോയവരും ധാരാളമുണ്ട്. ഞാൻ നശിച്ചു, തീർച്ച. പക്ഷേ അതുകൊണ്ട് എന്റെ കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു. അവരെല്ലാം ഇന്ന് വളരെ സംതൃപ്തരാണ്. ഞാനിന്ന് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഒരു രാജകുമാരിയെ പോലെയാണ് അവരെന്നെ സ്വീകരിക്കുന്നത്. അവരുടെ സന്തോഷം കാണുമ്പോൾ ഞാൻ എന്റെ ദുഃഖങ്ങളെല്ലാം മറക്കുന്നു. എനിക്കൊന്നും വേണ്ട,
റേഷൻ കടയിലെ കാശ് കൊടുത്താൽ മതി. അപ്പൊ പിന്നെ അരിയുടെ കഞ്ഞി കുടിക്കാമല്ലോ. നീ എന്തിനാ കരയുന്നേ? ഒരു വേശിക്ക് കരയാൻ പാടില്ലേ? ഇന്ന് വരെ ഒരുത്തിയും കരയുന്നു ഞാൻ കണ്ടിട്ടില്ല. കരഞ്ഞു കരഞ്ഞു കണ്ണീര് പറ്റിയിട്ടാവും ഞാൻ ഇന്ന് ഈ കട്ടിലിൽ വെച്ച് വേശിയായതേ ഉള്ളൂ. കുറെ കഴിയുമ്പോ എന്റെ കണ്ണുനീരും തീർന്നിരിക്കും. ഓഹോ, അങ്ങനെയാണോ? ഞാൻ നിന്നെ മറക്കില്ല. അങ്ങ് മറന്നാലും എനിക്കൊരിക്കലും അങ്ങെ മറക്കാൻ പറ്റില്ല. ഹരിശ്രീ വരപ്പിച്ച ആശാനെ മറക്കില്ലെന്ന് കേട്ടിട്ടുണ്ട്. ആട്ടെ, നീ എങ്ങനെ ഇവിടെ എത്തി? ദയവായി അതൊന്നും ചോദിക്കരുത്. എന്റെ കഴിഞ്ഞ കാലം കുറച്ചു മുമ്പ് ഞാൻ കത്തിച്ചു കളഞ്ഞതാണ്. അയ്യോ വേണ്ട സാർ. കുടിക്കണ്ടേ? ഞാൻ നിന്റെ സുഖത്തിന് വേണ്ടിയല്ല, എന്റെ സുഖത്തിന് വേണ്ടി എവിടെ വന്ന് കാശ് തരുന്നത്. കുടിക്കേ. നിനക്ക് അവിടെ ഏത് ഓഫീസിലെ ജോലിയെന്ന് ഇവിടെ പലരും ചോദിക്കുന്നുണ്ട്. വടക്കേതിലെ രമയ്ക്കും നിന്റെ കൂടെ ചേർന്നാ കൊള്ളാവുന്നുണ്ട്. വേണ്ടമ്മേ, ഇനി ഇവിടെ വേക്കൻസി ഇല്ല. സരസ്വതി, വർത്തമാനമൊക്കെ പിന്നെ ആകാം. അവൾക്ക് ആഹാരം ഉണ്ടാക്കാൻ നോക്ക്. എനിക്കായിട്ട് ഒന്നും ഉണ്ടാക്കണ്ട. നിങ്ങളോടൊപ്പം ഞാനും കഴിച്ചോളാം. പറ്റില്ല. ഇന്ന് ഈ വീടിന്റെ ഭാഗ്യദേവത നീയാണ് മോളെ. മഹാലക്ഷ്മി വീട്ടിൽ വന്നാൽ അതുപോലെ സൽക്കരിക്കണ്ടേ? ആ വാ മോളെ. എന്റെ ചേച്ചി, നീ എന്നെ കാണിക്കുന്നത്? അമ്മേ, ശബ്ദിച്ച് മറ്റുള്ളവർ ഉണർത്തണ്ട. മദ്യം കഴിക്കാതെ എനിക്ക് പുറങ്ങാൻ പറ്റത്തില്ലമ്മേ. അമ്മേ, പെറ്റമ്മയോട് ഒന്നും ഒളിച്ചു വയ്ക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം. നാളെ ഞാൻ മരിച്ചു പോയാൽ എന്റെ ശാലിക്ക് ഗതി വരരുത്. നശിച്ചു, എല്ലാം നശിച്ചടി. ശരിയാണമ്മേ, അച്ഛൻ എന്നെ വിളിച്ചില്ലേ മഹാലക്ഷ്മി എന്ന്? അതെ, ഈ മഹാലക്ഷ്മിക്ക് ധനം തരുന്ന മഹാവിഷ്ണുമാർ ഒന്നല്ല 1000 ആണമ്മേ. അതാണമ്മേ രാഹുൽ എനിക്ക് വാങ്ങിത്തന്ന തൊഴിൽ. കുടിക്കാതെ ഞാൻ എന്ത് ചെയ്യും? മോളെ, ഞങ്ങൾ വന്നത് ശാരദ അറിഞ്ഞതേയില്ല. എന്താ ഇത്ര വലിയ ആലോചന? കുറെ നാളുകൾക്ക് ശേഷം ഞാൻ വീട്ടിലേക്ക് പോവാണ്. പോവാതിരിക്കാൻ പറ്റില്ല. അനിയത്തിയുടെ കല്യാണമാണ്. പോണം, തീർച്ചയായും പോണം. ശാരദയെ പറ്റി എല്ലാ കാര്യവും വീട്ടുകാർക്കറിയാം അല്ലേ? അറിയാം. ഞാൻ അയക്കുന്ന കാശുകൊണ്ടാണ് അവരെല്ലാം ജീവിക്കുന്നത്. വീട് നന്നാക്കി, ഇളയ കുട്ടികളുടെ പഠിത്തവും നോക്കി. ഇപ്പോ അനിയത്തിയുടെ കല്യാണത്തിന് ആവശ്യമായ പണം അയച്ചു കൊടുത്തു. എന്റെ ജീവിതം ഞാൻ ഹോമിച്ചു. പക്ഷേ അതുകൊണ്ട് മറ്റു കുറെ ജീവിതങ്ങൾ ഞാൻ രക്ഷിച്ചു. അനിയത്തിയുടെ കല്യാണം നേരിൽ കാണണമെന്ന് ശാരദയ്ക്ക് വലിയ ആഗ്രഹമുണ്ടല്ലേ? തീർച്ചയായും ആ മംഗളകർമ്മത്തിന് ശാരദ കൂടെ ഉണ്ടായിരിക്കണം. അതെ, ഞാൻ ഏറ്റെടുത്ത് ഭാരത്തിന്റെ ഒരു പ്രധാന ഘട്ടം ഇതോടെ അവസാനിക്കുന്നു. ആ, പോകാൻ സമയമൊന്ന്. ഞാൻ തയ്യാറാവട്ടെ. ശരി.
ദുഃഖിക്കില്ല. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് എന്നിൽ നിന്നും ഓടി അകലുകയാണെങ്കിൽ പോലും സത്യമെല്ലാം പറഞ്ഞതിൽ ഞാൻ ദുഃഖിക്കില്ല. രാധേ, ശാരദ വന്നോ? എവിടെ? ശാരദ മരിച്ചു. മരിച്ചോ? ആത്മഹത്യ ചെയ്തു. എന്റെ ഈശ്വരാ. ശാരദ കല്യാണത്തിന് ചെന്നത് വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലേ? അതെ, ഇഷ്ടപ്പെട്ടില്ല. ശാരദ ഒരു വേശ്യയല്ലേ? അവളുടെ കാശ് മാത്രം കൊള്ളാം. അവൾ കൊള്ളരാത്തവളായിപ്പോയി. കല്യാണ പെണ്ണിനെ കാണാൻ പോലും അവർ സമ്മതിച്ചില്ല. അവിടെ നിൽക്കാൻ പോലും സമ്മതിച്ചില്ല. അപ്പോ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി. അവളെ ആരെങ്കിലും കാണുമോ എന്നായിരുന്നു അവരുടെ ഭയം. പെറ്റ അമ്മയും സ്വന്തം അച്ഛനും അവളെ ഇറക്കി വിട്ടുന്നു. അതെ, അവർ ഇറക്കി വിട്ടു. അതെല്ലാം കാണിച്ച് ഒരു കത്തെഴുതി വെച്ചിട്ടാണ് അവൾ ആത്മഹത്യ ചെയ്തത്. അതിൽ നമ്മെപ്പോഴും നശിച്ചവർക്കായി ഒരു ഉപദേശവും കൂടിയുണ്ട്. എന്താ അത്? ആരെന്ത് പറഞ്ഞാലും നമ്മളെ വീണ്ടും മാന്യതയോടെ മറ്റുള്ളവർ അംഗീകരിക്കുമെന്ന് വിശ്വസിക്കരുതെന്ന്. തൽക്കാല വികാരത്തിന് സ്നേഹം ഭാവിക്കുന്നവർ പോലും കുറെ കഴിയുമ്പോൾ തള്ളിപ്പറയുമെന്ന്. മറ്റുള്ളവർ പുച്ഛിക്കുന്നത് കാണുമ്പോൾ എത്ര സ്നേഹം ഉള്ളിലുണ്ടെങ്കിലും വേണ്ടപ്പെട്ടവർ നമ്മിൽ നിന്ന് അകന്നു പോകുമെന്ന്. മതി, എനിക്കൊന്നും കേൾക്കണ്ട. കുറച്ചു നേരം സ്വസ്ഥമായിരിക്കാൻ എന്നെ വിടൂ. ചേച്ചി, ഞാൻ പറയൂ, എന്താ പറയുന്നത്? പെട്ടുപോയല്ലോ. അതുകൊണ്ട് പോകുന്നിടത്തോളം പോട്ടെ എന്നായിരുന്നു എന്റെ ഇതുവരെയുള്ള ചിന്ത. ഈ ജീവിതത്തിൽ നിന്ന് എത്രയും വേഗം ഒരു മോചനമുണ്ടാകുമെന്ന് ഞാൻ ആശിച്ചിരുന്നു. എന്റെ ആശയും സ്വപ്നങ്ങളും അസ്ഥാനത്താണെന്നും പാടില്ലാത്താണെന്നും എനിക്കിപ്പോ തോന്നുന്നു. നിനക്ക് നല്ല ബുദ്ധി വന്നു എന്നർത്ഥം. ഇനിമേൽ നിങ്ങൾ പറയുന്ന എന്തും ഞാൻ കേൾക്കാം, ഒരെതിർപ്പും കൂടാതെ. നിൽക്ക്. നീ നല്ല മനസ്സോടെ വരുമ്പോ നിനക്കും നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തു തരണമല്ലോ. ഒരു വലിയ പണക്കാരനെ നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. വലിയ അഫ്ഗാനി കോൺട്രാക്ടറാ. ഇവിടുത്തെ ചേട്ടന്റെ സ്വന്തം ആളാ. അദ്ദേഹത്തിന്റെ സഹായം കൊണ്ട് ചേട്ടൻ ഈ നിലയിലൊക്കെ എത്തിയത് തന്നെ. നിനക്ക് വളരെ ഗുണമുണ്ടാക്കുന്ന ഒരു ഏർപ്പാടാ. ഇന്നലെ ഞാൻ ചേട്ടനോട് പറയാം. നീ ഇത്ര സുന്ദരിയാണെന്ന് രാവിലെ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. എന്താ വല്ലാതിരിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ഇതാ കഴിക്കും. വേണ്ട. എന്താ ഇന്ന് വേണ്ടെന്നോ അതോ കഴിക്കില്ലെന്നോ? ഹലോ, ഈവനിങ്. ഇങ്ങനെയാണോ നേരത്തെ വരുന്നത്? ഞങ്ങൾ എത്ര നേരമായി കാത്തിരിക്കുന്നു. ആ, രാധയ്ക്ക് ഇദ്ദേഹത്തെ പരിചയമില്ലല്ലോ. ഏയ്, ഇവിടെ രഹസ്യത്തിന്റെ പ്രശ്നമൊന്നുമില്ല. രാധ നമ്മുടെ സ്വന്തമാ. ഇദ്ദേഹം എക്സൈസ് കമ്മീഷണർ മിസ്റ്റർ സുധേവൻ. ഇരിക്കൂ. ആ, രാധയുടെ കൈകൊണ്ട് തന്നെ കമ്മീഷണർ അദ്ദേഹത്തിന് സ്മാൾ അഴിച്ചു കൊടുക്കും. ആ, മതി. രാധയുടെ കൈ കൊണ്ടായിട്ട് സ്വീറ്റ് ആയിരിക്കും. അപ്പോഴേ ഇത് സ്വന്തം പ്രോഡക്റ്റ് അല്ലല്ലോ. ഹോട്ടൽ മുതലാളിമാരാരെങ്കിലും സ്വന്തം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കൂ? അതുകൊണ്ടല്ല, മദ്യരായക്കന്മാരെ ഭയപ്പെടണമല്ലോ. എല്ലാവർക്കും സ്വന്തം ഡിസ്ട്രിക്റ്റ് ഉണ്ടെന്ന ജനസംസാരം. സർക്കാർ ഓഫീസിൽ മാത്രമായ ഇൻഫർമേഷൻ ഇല്ല. അല്ലാതെ എങ്ങനെ മുതലാകാനാ? സാറിന് അറിയാമല്ലോ. സാർ, എന്താ ജോൺസൺ? നമ്മുടെ പറയണം. നമ്മുടെ സ്പിരിറ്റ് ലോറികൾ ചെക്ക് പോസ്റ്റിൽ തടഞ്ഞിട്ടിരിക്കുന്നു. അതിന് താൻ ഇത്ര പരിഭ്രമിക്കുന്നതിനാ? എക്സൈസ് പാർട്ടിയാ പിടിച്ചത്. അതിനെന്താ, എക്സൈസ് കമ്മീഷനിലേ ഇരിക്കുന്നത്. താൻ വയ്ക്കോ? പീതാംബരന് പെർമിറ്റ് ഇല്ലേ? ഉണ്ട്. പിന്നെന്താ പിടിക്കാൻ കാര്യം? സാധാരണ ഒരു ലോഡിലുള്ള പെർമിറ്റ് കൊണ്ട് ഞങ്ങൾ 8-10 ലോഡ് കടത്താറുണ്ട്. ചെക്ക് പോസ്റ്റുകാർക്ക് കൊടുക്കാനുള്ളത് കൃത്യമായി കൊടുക്കുന്നതുകൊണ്ട് അവർ ശല്യപ്പെടുത്താറില്ല. ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ.
ഹലോ, എക്സൈസ് കമ്മീഷണർ ഹിയർ. ആരുണ്ട് ഇവിടെ? സാനന്ദനോ? മിസ്റ്റർ സാനന്ദൻ? ആ, ഞാനാ. പിന്നെ നമ്മുടെ പീതാമ്പന്റെ സ്പിരിറ്റ് ലോറികൾ. അതെ, അത് അതിന് പെർമിറ്റ് ഉള്ളതാ. അത് എത്രയും വേഗം റിലീസ് ചെയ്യണം. അതെ, പിന്നെ നേരം വെളുത്തിന് മുമ്പ് വേണം. പേപ്പേഴ്സ് ഒക്കെ അത് ശരിപ്പെടുത്തിക്കൊള്ളും. ഓക്കെ. താങ്ക് യു വെരി മച്ച്. പ്രാഥമികമല്ലോ മനസ്സിലായോ? എന്റെ പണവും അഭിമാനവും മാത്രമല്ല, എന്റെ ജീവനാണ് കമ്മീഷണറെ രക്ഷപ്പെട്ടത്. ഒരു ലോറി കടത്തുമ്പോ എത്ര രൂപയാ ലാഭം? ആ കണക്കൊക്കെ പിന്നെ പറയാം. തൽക്കാലം ഈ കണക്കൊന്നും തീർക്ക്. Of course I'll finish it. രാധമ്മേ, ഇദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താതെ എന്റെ ബിസിനസ് നടക്കില്ല. എന്ന് വെച്ചാൽ തൃപ്തിപ്പെടുത്തേണ്ടത് രാധമ്മയാണെന്ന് അർത്ഥം. അപ്പോ കോൺട്രാക്ടർ സാറിന് മദ്യവ്യാപാരവും സ്പിരിറ്റ് എടുത്തും മാത്രമല്ല, ബ്രോക്കർ പണിയും ഉണ്ട് അല്ലേ? രാധയ്ക്ക് ഫലിതം പറയാനും അറിയാം. ആ, ഇനി നിങ്ങൾ തമ്മിലായിരിക്കും. ഞാൻ രാവിലെ എത്താം. ഓക്കെ, ഗുഡ് നൈറ്റ്. See you. രാധ എന്നാ പേരല്ലേ? നല്ല പേര്. കാര്യങ്ങൾ എന്റെ പിടിയിൽ നിന്ന് പോയിരിക്കുന്നു. ഇനിയിപ്പോ എന്താ വഴി? എക്സൈസ് മിനിസ്ട്രിയോ ചീഫ് മിനിസ്ട്രിയോ തന്നെ വിളിക്കണം. എനിക്കൊരു ഡിസ്റ്റിലറി ശരിയാക്കി തരാൻ വേണ്ടി അവർ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണ്. അതിനിടയ്ക്ക് ഈ ചെറിയ കാര്യത്തിന് വേണ്ടി ബുദ്ധിമുട്ടിക്കണോ? ആ, MLA മിസ് കുമാരനെ പിടിച്ചാ മതി. അയാളല്ലേ ലോക്കൽ നേതാവ്. കുമാരൻ മതിയോ? ആ, കൊള്ളാം. ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തും ഒരുപോലെ പിടിപാടുള്ള ആളാ. എന്നാ ഞാൻ ജയിച്ചു. നമ്മുടെ സ്വന്തം ആളാ. ലോറി വെടിവെച്ച് കിട്ടിയാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഓക്കെ? നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ടാങ്കറുകൾ കടത്തി കിട്ടില്ലായിരുന്നെങ്കിൽ സംഗതിയാകെ കൊഴിഞ്ഞേനെ. ഇനി അവന്മാർ കിടന്ന് എത്ര ബഹളം വെച്ചാലും ഒരു ചുക്കും സംഭവിക്കാനില്ല. തൊണ്ടിയും തെളിവും കയ്യിലില്ലാതെ എന്ത് ബഹളം വെക്കാനാ? കുമാരൻ ഇടപെട്ടില്ലെങ്കിൽ ഞാൻ കുടുങ്ങിയേനെ. ഏയ്, ഇതൊരു ചെറിയ കാര്യം. വലിയ കാര്യം വരാൻ പോകുന്നതേ ഉള്ളൂ. ആ ഡിസ്റ്റിലറി കൂടി ഒപ്പിച്ചെടുത്താൽ അത് എക്സൈസ് മന്ത്രി മുഖ്യനും ഒരുപാട് ഏറ്റിട്ടുള്ള കാര്യമല്ലേ? അത് നേടിയെന്ന് തന്നെ അങ്ങ് വെച്ചോ. പിന്നെ കോളല്ലേ? എന്റെ മോളുടെ ബർത്ത്ഡേക്ക് രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് ഊണ് കഴിച്ചത്. ഇറങ്ങാൻ നേരത്ത് മോളുടെ തലയിലടിച്ച് സത്യം ചെയ്തതാണ്, മോളെ നിനക്കൊരു ബർത്ത്ഡേ പ്രസന്റേഷൻ അങ്കിൾ ശരിയാക്കിയിട്ടുണ്ടെന്ന്. ഏതോ ചില അലവലാദികൾ കേസ് കൊടുക്കാൻ പോകുന്നെന്നോ കൊടുത്തെന്നോ ഒക്കെ ഞാൻ കേട്ടത്. അതൊന്നും പുള്ളി വകവയ്ക്കില്ല. കാര്യം എന്തൊക്കെയാണെങ്കിലും വേണ്ടപ്പെട്ടവരെ വെറുപ്പിക്കാത്ത ഇത്ര നന്ദിയുള്ള ഒരു നേതാവിനെ വേറെ കാണാൻ പറ്റില്ല. അപ്പോ ഞാനൊന്ന് ഇറങ്ങട്ടെ. അങ്ങനെ അങ്ങ് ഇറങ്ങിയാലോ? സ്വല്പം ഒന്ന് ആഘോഷിക്കാതെയോ? വാ. പിന്നെ ഇരിക്കൂ. ഇത് രാധ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഏതായാലും ഈ ഏർപ്പാട് രണ്ടുപേർക്കും ഗുണമാണ്. ഞാൻ ഈ കുട്ടിയെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കൊച്ചു കള്ള. അപ്പൊ എന്നെയും കടത്തി വെട്ടിയോ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട്, സാറിന്റെ പ്രസംഗവും കേട്ടിട്ടുണ്ട്. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഉടനെ വന്നേക്കാം. അയ്യോ, എനിക്ക് ഉടനെ പോണം. ഒന്ന് വിശ്രമിച്ചിട്ട് പിന്നെ പോകാമല്ലേ? രാധേ, ആ സൂട്ട് കേസിങ് എടുക്ക്. നമ്മുടെ വലിയാശാനെ ഇന്നലെ കണ്ട മറ്റേ കാര്യം ഒന്ന് ശരിയാക്കണം. അതിനു മുമ്പ് നമുക്ക് അങ്ങേരെ ഒന്ന് കസ്റ്റഡിയിൽ എടുക്കണ്ടേ? അതിവിടെ വേണ്ട, ഈ പെണ്ണും വേണ്ട. ഈ പെണ്ണായാൽ നമ്മുടെ രഹസ്യങ്ങളെല്ലാം അങ്ങേരെ അറിയും. ഞാനിതിൽ ഇടപെട്ടുവെന്ന് അങ്ങേരോട്ട് അറിയുകയും വേണ്ട. പുള്ളിക്കാരന്റെ അടുത്ത ടൂർ എന്നാണെന്ന് അറിയിച്ചാൽ മാത്രം മതി. നമുക്ക് ടി.വിയിൽ അറേഞ്ച് ചെയ്യാം. അങ്ങേരുടെ സകല പ്രോഗ്രാമും ഞാൻ ഇന്ന് തന്നെ അറിയിച്ചേക്കാം. എന്നാ ബാക്കി കാര്യം ഞാനും ഏറ്റു. ഓക്കെ. ഇതാ, ഇത് കുമാരന്. അയ്യോ, ഇത് വേണ്ടായിരുന്നു. വേണം. എപ്പോ വന്നാലും ഇതെനിക്ക് വാങ്ങാവുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ വന്ന സ്പിരിറ്റ് ലോഡിൽ എനിക്കൊരു 50 ലക്ഷം രൂപ കിട്ടും. അതിലൊരു വിഹിതം നിങ്ങൾക്ക് ഇരിക്കട്ടെ. ഞാൻ ഇറങ്ങട്ടെ. യു കണ്ടിന്യൂ. രാധേ, ലുക്ക് ആഫ്റ്റർ ഹിം. ഓല കൊടുത്തും മറ്റു തരത്തിലും സ്വാധീനിച്ച് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരുടെ വായ് മൂടിക്കെട്ടാൻ ശ്രമിച്ചാൽ
അത് വിലപ്പോകില്ലെന്ന് ഞാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. മദ്യത്തിനും മങ്കയ്ക്കും പണത്തിനും അടിമകളായി പോകുന്ന ചില എംബോക്കികളായ നേതാക്കളും ട്രേഡ് യൂണിയൻ പ്രവർത്തകരുമാണ് ഇതുപോലുള്ള ജനദ്രോഹികളായ കുറെ മുതലാളികളെ നിലനിർത്തിയിരിക്കുന്നത്. കുട്ടി എന്താ ആലോചിക്കുന്നത്? ഞാൻ അന്നത്തെ സാറിന്റെ തീപ്പൊരി പ്രസംഗം ഓർക്കുകയായിരുന്നു. അത് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. രാഷ്ട്രീയത്തിൽ പ്രസംഗം വേറെ, പ്രവൃത്തി വേറെ. എന്നാലും സാറേ, നിങ്ങളെ പോലുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലേ? അന്ന് ഞാനൊരു ട്രേഡ് യൂണിയൻ നേതാവ്, ഇന്നോ MLA. ഒരുപക്ഷെ നാളെ ഒരു മന്ത്രി. എക്സാക്ട്ലി. വിശപ്പും വികാരവും എല്ലാവർക്കും ഒരുപോലല്ലേ? മോളെ, നിനക്ക് ഒരു ദിവസം തികച്ചന്റെ കൂടെ താമസിക്കുന്ന ഇഷ്ടമല്ലേ? ഡാഡിക്ക് ഞാനിവിടെ വരുന്നതും കൂടെ താമസിക്കുന്നതും പലവിധത്തിൽ അസൗകര്യമാണെന്ന് എനിക്കറിയാം. ഐ ഫീൽ ബാഡ് ടു ഡിസ്റ്റർബ് യു സോ. ഓടി അസത്തെ. എന്റെ കൂട്ടുകാരികൾക്ക് എന്നെ പിരിഞ്ഞിരുന്നാൽ ബോറടിക്കുമെന്ന് എപ്പോഴും പറയും. ഞാനില്ലെങ്കിൽ ഹോസ്റ്റലിൽ ഇറങ്ങിപ്പോകുമെന്ന് അവർ പറയുന്നത്. എനിക്കും കാണണ്ട. എനിക്ക് കാണാൻ നീ ഉണ്ടല്ലോ. അപ്പോ ഞങ്ങൾ മുറിയിലേക്ക് പോവുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് വേഗം ശരിയാക്കി എടുക്ക്. നീ കിടന്ന് പിടയ്ക്കാതെ ആദ്യം ഒന്ന് മെരുക്കിയെടുക്കട്ടെ. അത് നിന്റെ കയ്യിലോട്ടിട്ട് വരാം. രാജു ഇവിടെ. അവനാ മുറിയുടെ വാതിക്കെ മാറാതെ വെറുകനെ പോലെ നടക്കുക. നമുക്ക് സംശയം ഒന്നും തോന്നാൻ ഇടയായത് കേട്ടോ. നീ വാങ്ങിച്ചില്ലേ? ആ നീ ഇവിടെ ഇങ്ങനെ നേരം വിളിപ്പിക്കുകയാണോ? വാ പോയി കിടക്കാം. വേണ്ട, ചേട്ടൻ പോയി കിടന്നോളൂ. അപ്പൊ നീ? ഞാനിവിടെ തറയിൽ കിടന്നോളാം. ഏയ്, നീ വെറും വണ്ടിയാണല്ലോ. വാ. വേണ്ട, എന്നെ തൊടണ്ട. നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നവരെ എന്നെ തൊടരുത്. നാളത്തെ രജിസ്ട്രേഷൻ വെറും ഒരു ചടങ്ങല്ലേ. എനിക്ക് നിന്നോട് സ്നേഹമാണ്, നിനക്ക് എന്നോട് സ്നേഹമാണ്. നമ്മൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അത് നാളെ നടക്കും. അപ്പൊ പിന്നെ നമ്മൾ അന്യരാണ്. നമ്മൾ ഇപ്പോഴേ ഭാര്യ ഭർത്താക്കന്മാരല്ലേ. അതാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. നാളെ വിവാഹം കഴിഞ്ഞേ ഞാൻ ചേട്ടന്റെ ഭാര്യയാകാവൂ, ചേട്ടന്റെ ഭർത്താവാകാവൂ. അത്ര പിടിവാശിയൊന്നും എന്നോട് വേണ്ട. ഞാനും വലിയ നിർബന്ധക്കാരനാ. ഞാനൊന്നും തീരുമാനിച്ചാൽ മറുത്ത് പറയുന്നതോ വിസമ്മതം ഭാവിക്കുന്നതോ എനിക്കിഷ്ടമല്ല. ഞാൻ നിന്നെ എന്റെ ഭാര്യയാക്കാൻ തീരുമാനിക്കും. അതിന് മറ്റാരുടെ എതിർപ്പും സമ്മതവും ഞാൻ അംഗീകരിക്കുന്നില്ല. എനിക്ക്
നിർത്തൂ. വരൂ, കയറിക്കൊള്ളൂ. എന്നെ രക്ഷിച്ച ആ ചേച്ചി എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചില്ലായിരുന്നെങ്കിൽ അച്ഛനെ കാണാൻ ഞാൻ ജീവനോട് വരില്ലായിരുന്നു. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റാണ് മോളെ പാപം. നീ പാപിയല്ല. എന്റെ പൊന്നു മോളെ, നീ കൂടെ എന്നെ അട്ടേച്ചു പോയാൽ എനിക്കിനി ആരുണ്ടടി? മോളെ, നിന്നെ രക്ഷിച്ച ആ ദേവതയെ ഒന്ന് വിളിക്കും മോളെ. ഞാനൊന്ന് നന്ദിയെങ്കിലും പറഞ്ഞോട്ടെ. രാധമ്മയോ? അതെ, ഞാൻ തന്നെ. കുഞ്ഞെ, ഞാൻ നിന്നോടും നിന്റെ കുടുംബത്തോടും ചെയ്തിട്ടുള്ള മഹാപാപങ്ങളും ദ്രോഹങ്ങളും ഓർക്കുമ്പോ എന്റെ ദൈവമേ, എന്റെ പാപങ്ങളുടെ ഫലം ഞാൻ എണ്ണി അനുഭവിക്കുകയാണ് കുഞ്ഞെ. ഒരു വശമാകെ തളർന്ന് നരകദുരിതം അനുഭവിക്കുകയാണ് മോളെ. ഒരാശ്രയം ഇവളാണ്. ഇവൾക്ക് ഇങ്ങനെയും. നിങ്ങൾ എന്നെ കൊണ്ടുവിട്ട അതേ സ്ഥലത്ത് എനിക്ക് ഇവളെ കൊണ്ടുവിടാമായിരുന്നു. ഞാനത് ചെയ്തില്ല. നിങ്ങൾ ചെയ്ത ദ്രോഹത്തിന് ഈ പെൺകുട്ടി എന്ത് പിഴച്ചു? അച്ഛനമ്മമാർ ചെയ്യുന്ന പാപം മക്കളുടെ തലയിൽ വീഴുന്നു പറയുന്നത് ശരിയാണ് മോളെ. ഇല്ലെങ്കിൽ ഇവർക്ക് ഈ ചതി പറ്റണോ? ഇവൾക്ക് പറ്റിയ അബദ്ധം നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. മറ്റാരെയും അറിയിക്കാതെ ഇവൾക്കൊരു ജീവിതം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതിന് ശ്രമിക്കൂ. പറ്റുന്നില്ലെങ്കിൽ വിധി എന്നോർത്ത് സമാധാനിക്കൂ. അവളെയെങ്കിലും നഷ്ടപ്പെടാതെ നോക്കുന്നത് ഇനിയുള്ള കാലം നിങ്ങൾക്ക് ആവശ്യമാണ്. ഇതാ കുറച്ച് പണം. നിങ്ങൾക്കിന്ന് ഇതാവശ്യമാണ്. നമസ്കാരം. പീതാംബരം വന്നോ? അദ്ദേഹം ഉടനെ എത്തും. വേണ്ട കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വന്നാട്ടെ. രാവുണ്ണിയാള് ധീരൻ തന്നെ. ഏതോ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണത്രേ. ഹോസ്റ്റലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നിരിക്കുകയാണെന്നാ പറഞ്ഞേ. ആശാൻ അടിയറവ് പറഞ്ഞു. അദ്ദേഹം ഇറങ്ങി. ആ, മിസ്റ്റർ പീതാംബരന്റെ ഏർപ്പാടുകളെല്ലാം ഭംഗിയായി. ഞാൻ നിൽക്കുന്നില്ല, ഇന്ന് തന്നെ അങ്ങ് എത്തണം. അപ്പൊ നാളെ ഞാൻ വന്ന് കാണാം. ആയിക്കോട്ടെ. മിസ്റ്റർ പീതാംബരൻ, ആ കുട്ടിക്ക് ഇന്ന് തന്നെ ഹോസ്റ്റലിൽ പോകാൻ പറ്റില്ലെന്നാ പറയുന്നത്. നാളെ വിട്ടാ മതി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആശാൻ പോണം. ആ,
രാഹുലിനെ എപ്പോഴാ വരുമെന്ന് പറഞ്ഞത്? വെളുപ്പിന് വന്ന് കൊണ്ടുപോക്കോളാന്നാ പറഞ്ഞത്. കാശൊക്കെ നേരത്തെ കൊടുത്തോ? ഇതെന്നെ ഏൽപ്പിച്ച കാര്യമല്ലേ, ഒരു പരാതിയും വരാതെ ഇടപാട് കഴിഞ്ഞ് കണക്കും ബാക്കിയും ഞാൻ സാറിനെ ഏൽപ്പിച്ചോളാം. പിന്നെ വെറുതെ സമയം കളയണോ? നീ എന്നെ ചീത്തയാക്കി അടങ്ങും. ഏതായാലും സാറ് കാശ് മുടക്കിയതാ, വെളുക്കുന്നത് വരെ സമയവുമുണ്ട്. പാർട്ടി പുതിയതാ, ഇതുവരെ നമ്മുടെ ലിസ്റ്റിൽ വന്നിട്ടുമില്ല. ഓഹോ, അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ. ശരി. ഡാഡി, ആശാൻ ഇടപെട്ടില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ലേടാവോട് ഒപ്പി കൊടുക്കേണ്ടതും കാണേണ്ടതും ഒക്കെ ഞാൻ ഏറ്റു. സംഗതി ആത്മഹത്യയായിരിക്കണം. പെൺകുട്ടി ഏതാണെന്ന കാര്യം പുറത്തറിയരുത്. നമുക്ക് രണ്ടുപേർക്കും ആപത്താണ്. ശരി, അതെ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ, നമസ്കാരം സർ. കോൺട്രാക്ടർ പീതാംബരന്റെ വീട്ടിൽ നിന്നാ രാധയാ സംസാരിക്കുന്നത്. അതെ, ആ പെൺകുട്ടി പീതാംബരൻ മുതലാളിയുടെ മകള് തന്നെ. കൊന്നത് ആ കുട്ടിയുടെ സ്വന്തം അച്ഛനും. ഉന്നതനായ മറ്റൊരാൾ കൂടി ഇടപെട്ടാണ് സംഭവം. അതുകൊണ്ട് കൊലപാതകവും ആത്മഹത്യയും പെൺകുട്ടി അജ്ഞാതയുമാക്കാനുള്ള നീക്കങ്ങളാണ്. നടപടികൾ എടുത്തുന്നോ? എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കുന്നു. അയച്ചു കഴിഞ്ഞോ? എടീ, നീ ആർക്കാണിപ്പോ ഫോൺ ചെയ്തത്? മന്ത്രിക്ക് പോലും വഴങ്ങാത്ത ആ ഐജിക്ക്. പറഞ്ഞത് ഈ കേസിന്റെ കാര്യം തന്നെ. ഏത് കേസ്? ഏത് കേസെന്ന് നിങ്ങൾക്കറിയില്ലേ? ഓ, എങ്ങനെ ഓർക്കാനാണ്? ദിവസവും എത്രയോ കേസുകളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ഒന്നുമില്ലെങ്കിലും സ്വന്തം മകളല്ലേ. അലറുന്ന എന്തിന്? പെൺകുട്ടികളുടെ ശരീരം ഉപയോഗപ്പെടുത്തി പെർമിറ്റും ലൈസൻസും കോൺട്രാക്റ്റും പണവും പ്രതാപവും നേടിയ നിങ്ങൾക്ക് ദൈവം തന്ന ശിക്ഷയാണിത്. സ്വന്തം മകളെ കാര്യസാധ്യത്തിനായി മറ്റൊരാളിന്റെ കിടക്കറയിലേക്ക് പറഞ്ഞുവിടാൻ നിങ്ങൾക്ക് തന്നെ ഇടയായല്ലോ. ആരെയും എന്തും ചെയ്യാനും മടിക്കാത്ത ഒരു ഭയങ്കര ക്രിമിനലാണ് നിങ്ങളെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് നിങ്ങളെ നിയമത്തിന്റെ മുമ്പിൽ നിർത്തി ശിക്ഷിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത്. എന്നാൽ ഞാനും ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. യു ആർ അണ്ടർ അറസ്റ്റ്. രാധയെ കണ്ട് മാപ്പ് പറയാൻ എനിക്കിതുവരെ സാധിച്ചില്ല. ഞാൻ രാധയോട് പൊറുക്കാനകത്ത് അപരാധം ചെയ്തിട്ടുണ്ട്. അതിന്റെ ദൈവശിക്ഷ എന്നോണം എന്റെ പേരിൽ സസ്പെൻഷനും അന്വേഷണവും വന്നു. അതെന്റെ കണ്ണു തുറന്നു. ഞാൻ മനം നൊന്ത് ഈശ്വരനോട് മാപ്പിനപേക്ഷിച്ചു. ഉദ്യോഗത്തിൽ തിരിച്ചു കയറിയപ്പോൾ നീ പറഞ്ഞ വാക്കുകളാണ് എന്റെ ഓർമ്മയിൽ മാറാതെ നിന്നത്. സാധുക്കളെ രക്ഷിക്കേണ്ട നിങ്ങളാണോ എന്ന്. നീ അന്ന് കരഞ്ഞു പറഞ്ഞ വാക്കുകൾ ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. പിന്നെ അതാണ് ഇന്ന് വരെ എന്നെ നയിക്കുന്നത്. നീ എനിക്ക് മാപ്പ് തരും. നടക്ക. എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്താണ് സാർ വന്നതെന്ന് തോന്നുന്നു. മേലുദ്യോഗസ്ഥന്മാരോട് സംസാരിക്കണമെങ്കിൽ ഇവിടുന്ന് ഫോൺ ചെയ്യാം. എനിക്കിപ്പോ ആരോടും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. തന്റെ സ്വാധീനത്തിനും പണത്തിനും അപ്പുറത്ത് ഒരു ശക്തിയുള്ള കാര്യം മറക്കരുത്. ആ TV വാച്ചറെയും പെൺകുട്ടിയെയും കൊണ്ടുവന്ന ബ്രോക്കറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് ശേഷമാണ് തന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ വന്നത്. നിയമം അനുവദിക്കുന്ന എല്ലാ നടപടികളും നിങ്ങൾക്ക് സ്വീകരിക്കാം. അത് പിന്നെ നൗ യു ആർ അണ്ടർ അറസ്റ്റ്. നടക്ക്.
ഞാനെന്നെ തൊടാൻ പോലും അർഹയല്ല. നീ അങ്ങനെ പറയരുത്. ഒന്നും നിന്റെ കുറ്റം കൊണ്ടല്ല. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത്. നിന്നെ സ്വീകരിക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ വന്നത്. പാടില്ല, ഒരിക്കലും പാടില്ല. അങ്ങ് വരരുതായിരുന്നു, എന്നെ കാണരുതായിരുന്നു. അതൊക്കെ ഞാനും ആലോചിച്ചതാണ്. നീ ഇല്ലാതെ എന്റെ മനസ്സിൽ ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് നിന്നെ വേണം. നീ ഇല്ലെങ്കിൽ എനിക്കൊരിക്കലും ജീവിക്കാനൊക്കില്ല. എന്നെപ്പറ്റിയും എന്റെ ജീവിതത്തെ പറ്റിയും എല്ലാം അറിഞ്ഞിട്ടും എന്നെ വേണമെന്നും എന്നെ സ്നേഹിക്കാമെന്നും തോന്നിയത് എന്റെ ഭാഗ്യമാണ്. ഒരു വേശ്യയ്ക്കും ഇതുപോലൊരു ഭാഗ്യമുണ്ടാവില്ല. പക്ഷേ അങ്ങയുടെ നല്ല മനസ്സിന് മുതലെടുത്ത് എന്റെ കളങ്കം മറച്ചു വയ്ക്കാൻ ഞാൻ തയ്യാറല്ല. ദയവ് ചെയ്ത് എന്നെ മറക്കൂ. ഒരു നല്ല പെൺകുട്ടിയെ വിവാഹം ചെയ്ത് സന്തോഷമായി ജീവിക്കൂ. ഞാൻ ജീവിക്കണമെങ്കിൽ എനിക്ക് നീ കൂടെ വേണം. ഞാൻ കൂടെയുള്ള ജീവിതം അങ്ങേക്ക് നരകമായിരിക്കും. സമൂഹവും നാട്ടുകാരും ഒരിക്കൽ വേശ്യയായി ഒരുത്തിയെ പിന്നീട് മാന്യതയോട് അംഗീകരിക്കില്ല. ഒരു വേശ്യയെ സ്വീകരിക്കുന്ന പുരുഷന്റെ ത്യാഗവും മറ്റുള്ളവർ അംഗീകരിക്കില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയോ മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കിയോ അല്ല ഞാൻ നിന്നെ സ്വീകരിക്കുന്നത്. എനിക്ക് വേണ്ടിയാണ്, എന്റെ സന്തോഷത്തിന് വേണ്ടിയാണ്, എന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ്. വരൂ. മറുത്തൊരു മറുപടി എനിക്ക് ആവശ്യമില്ല. നിന്നെയും കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ശരി, ഞാനിപ്പോ വരാം. രാധേ,